ഹലോ ഗൈസ്, ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. സൂര്യനെയൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി. സാധാരണ ഇങ്ങനെ കിട്ടാറില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാലത്ത് എണീറ്റ് വന്നപ്പോൾ ഒരു 6 മണിയായപ്പോഴുള്ളൊരു വിഷ്വലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതിന് മുന്നേ ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഇത്രയും തെളിഞ്ഞൊന്നും കിട്ടത്തില്ല. കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കോലടലാണ് കേട്ടോ. കോലടൽ സ്ഥിരം പരിപാടിയൊന്നുമല്ല, സ്ഥിരമായിട്ട് എനിക്കങ്ങനെ ചെയ്യാനും പറ്റാറില്ല. കാരണം ഈ ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം എഴുന്നേൽക്കലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോലയിടൽ. പിന്നെ ഒരു മൂഡ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. ഇന്നും എനിക്ക് കാര്യമായിട്ട് ഡിസൈനൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കിട്ടിയൊരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. വലിയ രസമായി ഒന്നുമില്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ പരിപാടി ചെയ്യണത്. കാലത്ത് എണീറ്റ് കുളിച്ച് മറ്റുള്ളവരുടെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ കുളിച്ച് കോലിടണമൊക്കെ, അതൊരു ഭയങ്കര എനിക്കൊരു സന്തോഷം തരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. ഇതിനി ഒരു ഗ്രാജുവലി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് മടുക്കും കേട്ടോ. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടാവാറ്. പുതിയ ഡിസൈൻസ് ഞാൻ കുറേ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഈ കുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ജിയോമെട്രിക്കലി വരയ്ക്കണതൊക്കെ ഉണ്ട്, പക്ഷേ അതിന് കറക്റ്റ് അളവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വരച്ച് പഠിച്ച് സെറ്റായി വരണുള്ളൂ. വരച്ച് പഠിച്ച് എല്ലാം സെറ്റായി വരുമ്പോൾ ഞാൻ നല്ലൊരു രീതിയിൽ കോലമിട്ട് കാണിച്ചു തരാം കേട്ടോ. മടുക്കണ സമയമാകുമ്പോഴേക്കും കോലം നല്ല രീതിയിൽ സെറ്റാവും. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. കാലത്ത് എനിക്ക് തോന്നുന്നു 8 മണിയായപ്പോഴാണ് ഈ കോലട ഇരിക്കണത്. അതിന് മുന്നൊക്കെ ഇടാനായിട്ടിരുന്നാലും വീഡിയോ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആളും കൂടെ വേണമല്ലോ. ഞാനത് സ്റ്റാൻഡൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ വെച്ച് ചെയ്താലങ്ങ് പെർഫെക്റ്റായിട്ട് ഇതുപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല. അത് കാരണം അവരൊക്കെ എഴുന്നേറ്റ് വരുന്നൊരു സമയത്ത് അനുസരിച്ചാണ് ചെയ്യാറ് കേട്ടോ. സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് വരുമ്പോഴേക്കും ഒരു സമയം എടുക്കും. അത് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. ഞാൻ പിന്നെയും എപ്പോഴും നോക്കേണ്ടി വരും. അവരാണെങ്കിൽ അവരത് കറക്റ്റ് ആ വേയിൽ എടുത്ത് തരും കേട്ടോ. അങ്ങനെ കുറേ ഹെൽപ്പൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സിനെ കൊണ്ട്. അങ്ങനെ സെറ്റായി ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ ഫ്രീ പീരീഡ് ആയ കാരണം നോട്ട് എഴുതാമെന്ന് കരുതി കേട്ടോ. നോട്ട് പുതിയ നോട്ടാണ് എഴുതുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരു പാതി പേജ് ആകുമ്പോഴേക്കും എക്സൈറ്റ്മെൻറ്റ് തീരും കേട്ടോ. നോട്ടിന് നല്ല സ്മെല്ലാണ്. പുതിയ നോട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മണം. ഇനി ജോസുവിൻ്റെ നോട്ട് നോക്കിയിട്ടാണ് കേട്ടോ എഴുതണത്. ജോസ് അത് മുന്നേ എഴുതി വെച്ചു. ഞാനപ്പോൾ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അവിടെ വായി നോക്കിയിരിക്കണ കാരണം എഴുതിയില്ല. ഫോണിൽ നോക്കിയിട്ട് എഴുതണമല്ലോ, അപ്പോൾ ഒരു മടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ അവളുടെ നോട്ട് നോക്കിയിട്ട് എഴുതുകയാണ് കേട്ടോ. കുറേ പേജ് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുടങ്ങിയേക്കുന്നത്. അതിന് മുന്നേയും കുറേ നോട്ട് സ്കിപ്പായ കാരണമാണ് ഇത് ഇത്രയും ലേറ്റ് ആയത്. സാധാരണ ഇങ്ങനെ വരാറില്ല, എന്താണെന്നറിയില്ല. ഈ വർഷം ഭയങ്കര ഉഴപ്പും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിലൊരു പോരായ്മയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്.